വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ആക്കാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് റാഷോമോൻ ബൈ അക്കിറ കുറോസവ എന്ന വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് റാഷോമോൻ, അക്കിറ കുറോസവൻ്റെ റാഷോമോൻ എന്നുള്ള ഈ ഒരു വർക്ക് ഇതൊരു ലാൻഡ്മാർക്ക് ഫിലിമാണ്. ഈ ഒരു ഫിലിമിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് സബ്ജക്റ്റിവിറ്റി ഓഫ് ട്രുത്ത് ആൻഡ് മെമ്മറിയാണ്. അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഒരു സിംഗിൾ ഇവൻ്റാണ്. ആ ഒരു സിംഗിൾ ഇവൻ്റ് ഏതെന്ന് വെച്ചാൽ സമുറായിസ് മർഡർ. ഈ ഒരു സാമുറൈസ് മർഡർ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ത്രോ മൾട്ടിപ്പിൾ കോൺഫ്ലിക്റ്റിംഗ് പെർസ്പെക്റ്റീവ്സ്. അതുപോലെ തന്നെ ലീവിങ് ദ ഓഡിയൻസ് ടു ക്വസ്റ്റ്യൻ വാട്ട് റിയലി ഹാപ്പൻഡ്. ഓഡിയൻസിന് ആ ഒരു എന്താണ് സംഭവിച്ചതെന്ന ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ലീവ് ചെയ്യാണ്. ഇനി സബ്ജക്റ്റിവിറ്റി ഓഫ് ട്രൂത്ത്, ഈ ഒരു ഫിലിം എന്നുള്ളത് കോൺസ്റ്റന്റ് ലൈസ് ഇൻ ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ഹൗ ഇൻഡിവിജ്വൽസ് പെർസീവ് ആൻഡ് റിമെമ്പർ ഇവൻറ്റ്സ്. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഇവൻറ്റ്സ് ഒക്കെ റിമെമ്പർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ് ഈ ഒരു മൂവിയിലുള്ളത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ഇൻഹെറൻറ്റ് സബ്ജക്റ്റിവിറ്റി ഓഫ് ട്രൂത്താണ്. Each character's account of the events is colored by their own biases, desires and self-preservation. അതുപോലെ തന്നെ അൺറിലയബിലിറ്റി ഓഫ് മെമ്മറി എന്നുള്ളത് സോഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ് ട്രൂത്തിൻ്റെ ഒരു സോഴ്സാണ് ഈ ഒരു അൺറിലയബിലിറ്റി ഓഫ് മെമ്മറി എന്നുള്ളത്. ഫിലിമിൻ്റെ ടൈറ്റിൽ എന്നുള്ളത് ബിക്കം സിനോണിമസ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ ഒരു സിംഗിൾ വേർഷനും ഡെഫിനറ്റ്ലി പ്രൂവൻ ആസ് ദ ട്രൂത്ത്. ഈ ഒരു ഫിലിം പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് എ വേൾഡ് വെർ ക്യാരക്ടേഴ്സ് ആർ ഡ്രൈവൻ ബൈ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് സർവൈവൽ. ഈ ഒരു ക്യാരക്ടേഴ്സ് സെൽഫ് ഇൻട്രസ്റ്റും സർവൈവലുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് ഫിലിമിൽ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ലീഡിങ് ടു മോറൽ ആംബിഗിറ്റി ആൻഡ് ക്വസ്റ്റ്യനിങ് ഓഫ് എ ട്രഡീഷണൽ നോഷൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. കുറോസവാസ് ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ഫ്ലാഷ് ബാക്സും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സും ട്രഡീഷണൽ നെറേറ്റീവ് സ്ട്രക്ചേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ദ ഓഡിയൻസ് ടു ക്വസ്റ്റ്യൻ ദ വെരി നേച്ചർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ട്രുത്ത്. സ്റ്റോറി ടെല്ലിങ്ങും ട്രുത്തിനെയും ഓഡിയൻസ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു കാര്യം വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഈ ഒരു ഫിലിം എന്നുള്ളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളത് റിഫ്ലക്ഷൻ ഓഫ് ദ ആൻസൈറ്റീസ് ആൻഡ് മോറൽ കോംപ്ലക്സിറ്റീസ് ഓഫ് പോസ്റ്റ് വാർ ജപ്പാൻ. പോസ്റ്റ് വാർ ജപ്പാനിലെ ആ ഒരു ആൻസൈറ്റീസ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ മോറൽ കോംപ്ലക്സിറ്റീസ് ഒക്കെയാണ് ഈ ഒരു ഫിലിം ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വേറെ ട്രഡീഷണൽ വാല്യൂസും സ്ട്രക്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ചായി മാറുന്നുണ്ട്. കുറോസവാസ് മാസ്റ്റർഫുൾ യൂസ് ഓഫ് സിനിമാറ്റോഗ്രാഫി, കുറോസവാൻ്റെ സിനിമാറ്റോഗ്രാഫിയിലുള്ള ആ ഒരു മാസ്റ്റർഫുൾ യൂസ്, പെർട്ടിക്കുലർലി ഹിസ് യൂസ് ഓഫ് ലോങ് ഷോട്ട്സ്, ക്ലോസപ്സ് ആൻഡ് ഡൈനാമിക് ക്യാമറ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിലിമിന് ആ ഒരു ഫിലിമിന് പവർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള മാസ്റ്റർഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി കാരണം അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ ഒരു പവർ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇമോഷണൽ ഇമ്പാക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓൺ സിനിമ, റാഷോമോൻ ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിലിംസ് ഓഫ് ഓൾ ടൈം. എല്ലാ സമയത്തിലെയും ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫിലിമായിട്ടാണ് ഈ ഒരു റാഷോമോനെ കൺസിഡേർഡ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഹാവിങ് ഇൻസ്പയർഡ് കൗണ്ട്ലെസ് ഫിലിം മേക്കേഴ്സ്, ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ ഈ ഒരു സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് ദ വേ സ്റ്റോറീസ് ആർ ടോൾഡ് ഓൺ സ്ക്രീൻ, ഓൺ സ്ക്രീനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറീൻ്റെ ആ ഒരു വേയും എന്ത് ചെയ്യുന്നുണ്ട്, ഫിലിം മേക്കേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.